3 തരം ഫ്രൂട്ട്സ് ഫലവർഗ്ഗങ്ങൾ നമ്മുടെ ബാക്ക് യാർഡിൽ ഓൾമോസ്റ്റ് വിളവെടുക്കാറായി വരുന്നു. അത് നിങ്ങളെന്ന് പരിചയപ്പെടുത്താനാണ്. ഇത് ആപ്പിൾ, ഇത് അന്ന എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളതാണ്. ഇത് സബ് ട്രോപ്പിക്കൽ ആൻഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരും, നന്നായിട്ട് വളരും. ഇഷ്ടം പോലെ ആപ്പിൾ നമുക്ക് കിട്ടും. ഒരു പ്ലാന്റ് വെച്ചാൽ നമുക്കൊരു 1.5 മീറ്റർ ഹൈറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു 30 ആപ്പിളെങ്കിലും പഴുത്തത് പറിച്ച് കഴിക്കാം. അത് പക്ഷികളും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകുന്നതും ഒക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു 10-30ഓളം ആപ്പിൾ നമുക്ക് കഴിക്കാൻ പറ്റും. താഴത്ത് കണ്ടോ, ഇത് കൊഴിഞ്ഞു വീഴുന്നത് എന്താ വെച്ചാൽ ഇവിടെ കൊക്കറ്റു എന്ന് പറയുന്ന വെള്ള ഒരു ബേർഡ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ പലരും അത് ചോദിച്ചു എന്ത് ബേർഡാണെന്നൊക്കെ. അത് കൊക്കറ്റു എന്ന് പറയുന്ന തലയിൽ കിരീടമൊക്കെയുള്ള അതിമനോഹരമായ ബേർഡാണ്. അതൊരു ബേർഡ് തന്നെ ഓൾമോസ്റ്റ് ഒരു പക്ഷി ഓൾമോസ്റ്റ് ഒരു 1.5 കിലോ വെയിറ്റ് കാണും. ഇത് പൊമേലോ, കമ്പിളി നാരങ്ങ എന്ന് നമ്മൾ ചിലരൊക്കെ പറയും. ഇത് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ അല്ലികളുണ്ടാവും. ഇത് 3 തരത്തിലുള്ള 3-4 തരത്തിലുള്ള കമ്പിളി നാരങ്ങയുടെ പ്ലാന്റ് എൻ്റെ വീട്ടിലുണ്ട്. ഇത് ഗ്രേപ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുന്തിരിങ്ങ ആയി വരുന്നു. 1 മാസം കൂടെ കഴിഞ്ഞാൽ, 1 മാസത്തിനുള്ളിൽ നമുക്കിവൻ കറുത്തു വരും. ചുവന്ന ഒരു എന്താ പറയുക, ഡാർക്ക് ബ്ലാക്ക് കളർ വരും. ഇത് ഇഷ്ടം പോലെ കായ്ക്കുന്ന സീഡുള്ള മുന്തിരിങ്ങയാണ്. സീഡില്ലാത്തത് വേറെ ഉണ്ട്, പക്ഷെ അതിൽ കായ വളരെ കുറവാണ് പിടിക്കുന്നത്. പക്ഷേ ഇതിൽ സീഡുണ്ട്, പക്ഷേ ഇതിൽ കായ ഇഷ്ടം പോലെ. പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും മുന്തിരിങ്ങ, അതായത് ഓരോ എന്താ പറയുക തണ്ടിലും മുന്തിരിക്കൊലകളുണ്ട്. കായ്ച്ചകൾ എത്രത്തോളം ഫലപ്രദമായി ഇവരെ യൂട്ടിലൈസ് ചെയ്തു എന്ന് എനിക്കറിയില്ല. കായ്ച്ചകൾ ക്ഷമയോടെയാണ് ഇവരെ ആക്രമിച്ചതെങ്കിൽ എനിക്ക് ഇപ്രാവശ്യം ഒരു 2-3 കുപ്പി വൈനിടാനുള്ള മുന്തിരിങ്ങ കഴിച്ചതിന് ശേഷം ബാക്കി കിട്ടുമെന്ന് തോന്നുന്നു. ഇത് ഇസബൽ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. ചിലർ ഇസബല്ല എന്ന് പറയും, ചിലർ ഇസബൽ എന്ന് പറയും. ഇത് തനി നാടൻ ടൈപ്പാണ്. ഇതിന് ചെറിയൊരു പൊടി ഉണ്ടാവും പഴുത്ത് കഴിഞ്ഞാൽ, വളരെ ചെറുതായിട്ട്. പക്ഷേ സ്വീറ്റാണ്, പക്ഷേ അതിൽ ചെറിയൊരു പൊടി, പക്ഷേ അത് ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് തോന്നും. പിന്നെ ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സീഡ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ സീഡ് ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാനുള്ള മധുരവും ചെറുപൊടിയും ഇതിനുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഇതിന് നമ്മൾ കാര്യമായിട്ട് വളമൊന്നും കൊടുക്കണ്ട. കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ആശാൻ ഉഷാറായിട്ട് വളരും. അപ്പോൾ ഈ 3 പഴങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മുന്തിരിങ്ങ, ആപ്പിള്, അതുപോലെ തന്നെ കമ്പിളി നാരങ്ങ. വേറെ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് അത് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും വരാം. ഇത് കണ്ടോ, ഇത് മുഴുവൻ മുന്തിരിങ്ങയാണ്. ഇഷ്ടം പോലെ മുന്തിരിങ്ങ. ജസ്റ്റ് 1 മാസത്തിനുള്ളിൽ എനിക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും കാണാം. താങ്ക് യു. ബൈ.